മൂപ്പര് ചെയ്ത വിധമാനത്തിന് അറസ്റ്റ് ചെയ്യണം. എനിക്ക് രണ്ടും ഓപ്ഷനാണുള്ളത്. ഒന്ന് ഇയാളെ എവിഡൻസ് ക്ലിയർ ആയി കിട്ടണം. നമുക്ക് സത്യം തെളിഞ്ഞാലല്ലേ കുറ്റവാളി വരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതുപോലൊരു കാര്യം ചെയ്താണ് പിന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ആവശ്യമില്ല. പൊതുപ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാരെ ഈ നാട്ടിൽ ഏത് രാഷ്ട്രീയക്കൂടെ, കോൺഗ്രസ് ആകട്ടെ, ലീഗ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, BJP ആകട്ടെ, അത്തരത്തിലുള്ള ചെറുപ്പക്കാര് വളർന്നു വരാൻ വേണ്ടി നാട്ടിൽ. ഇത് കോടതി ശിക്ഷിക്കുന്നവരെ അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലാണ്ട് കോടതി പറയാത്ത കാലത്തോളം നമ്മളെ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, കോടതി പറഞ്ഞാൽ MLA സ്ഥാനം തിരിച്ചു കിട്ടുമെന്നുള്ളത് കുറ്റക്കാരനല്ലേ ഉണ്ടായില്ല. അതന്നെ അതിനുള്ള മറുപടി ഉള്ളൂ. സതീശന്റെ തീരുമാനം ആ തീരുമാനമാണ്. അത് എല്ലാ പാർട്ടിക്കാരും അതിന് നിൽക്കണമെന്ന് നമ്മളെ അഭിപ്രായം. ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും. നമസ്കാരം. ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിൻ്റെതാണ് ഇന്നത്തെ കോടതി വിധി. രാഹുലിന്റെ അറസ്റ്റ് താൽക്കാലികമായി കോടതി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ അറസ്റ്റ് വേണമെന്നാണോ നമ്മുടെ നാട്ടുകാർ കരുതുന്നത്, അതോ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്നാണോ നമ്മുടെ ജനങ്ങളുടെ പ്രതികരണം? നമുക്കൊന്ന് പൊതുജനങ്ങളോട് ചോദിക്കാം. രാജിവെക്കേണ്ടത് അവന്റെ തീരുമാനമല്ലോ, രാജിവെക്കണ്ടേ. ഇവരെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിനെ കൊണ്ട് കോൺഗ്രസിന്റെ ആളുകൾ പറയുന്നത് രാജിവെക്കണം പറഞ്ഞേ. ഇനിയിപ്പോ അവന്റെ തീരുമാനമാണ് രാജിവെക്കണത്. ഓൻ പറയണത് തെറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞാണ് കോടതി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം കേസ്. പാടില്ല, ഇത് ശരിയല്ല. രാഷ്ട്രീയ കളികളാണ് അതിന്റെ ഭാഗമാണ്. അയാളെന്നെ കൂട്ടാം. പിന്നെ കോൺഗ്രസ് തന്നെ ഓന്റെ എതിരുള്ള ആളുകളാണ്. അതിൽ പാർട്ടിക്കാരനെ കളിച്ചാണ് ആരെ. അതെ അതെ, അവരെന്നെ ചതിച്ചു. അറസ്റ്റ് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? രാഷ്ട്രീയത്തിൽ ഇപ്പൊ ചെയ്തത് തെറ്റി നമ്മൾ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കല്ലേ. അപ്പൊ എന്താണ് അറസ്റ്റ് ചെയ്യാന്നുള്ള അഭിപ്രായം? അറസ്റ്റ് ചെയ്യണം. അതെ, മൂപ്പര് ചെയ്ത വിധമാനത്തിന് അറസ്റ്റ് ചെയ്യണം. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കേട്ട ന്യൂസിൽ നിന്ന് അറിയണേ. നമ്മൾ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ കേട്ട അറിവിനനുസരിച്ച് കേട്ട സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യണം എന്റെ അഭിപ്രായം. പൊതു അഭിപ്രായം. എനിക്ക് രണ്ടും ഓപ്ഷനാണുള്ളത്. ഒന്ന് ഇയാളെ എവിഡൻസ് ക്ലിയർ ആയി കിട്ടണം. നമുക്ക് സത്യം തെളിഞ്ഞാലല്ലേ കുറ്റവാളി വരാൻ പറ്റുള്ളൂ. തെളിഞ്ഞിട്ട് ശേഷം അത് മജിസ്ട്രേറ്റ് എന്താ പറയുന്നത്, അത് നമ്മുടെ ഒപ്പീനിയൻ അതാണ്. കുറ്റക്കാരൻ പറയാനില്ലല്ലോ. ഇപ്പൊ പറയാൻ പറ്റുമോ? നമുക്ക് പൊളിറ്റിക്കൽ കളിയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്തേ, അയാള് മജിസ്ട്രേറ്റ് എന്ത് തീരുമാനിക്കുന്നോ അയാൾ ജാമ്യത്തിൽ ആളെത്താൻ ഇറങ്ങുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതുപോലൊരു കാര്യം ചെയ്താണ് പിന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ആവശ്യമില്ല. തീർച്ചയായിട്ടും തെറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാരും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും അതിനാണ് നമ്മുടെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിനുള്ള അഭിപ്രായം നമുക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിലേ നമ്മുടെ കേരളത്തിലെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി വന്നു. അപ്പൊ ഒരു സരിതാസ് നായർ എന്നൊരു ലേഡി അദ്ദേഹത്തെ കുറിച്ച് പറയാനൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അദ്ദേഹം മരിച്ചു പോയപ്പോഴാണ് കേരളക്കാരെ മനസ്സിലായത് അദ്ദേഹം അത്തരം വിഷയങ്ങളൊന്നും ഇടപെട്ടിട്ടില്ലാണല്ലോ. അദ്ദേഹം വളരെ പാവപ്പെട്ട ജനങ്ങളോട് സഞ്ചരിച്ച ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് ജനം ഇപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരന്റെ പേരിൽ പിന്നീട് ഇങ്ങനെ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചാൽ അതിനൊക്കെ കോടതി അറസ്റ്റും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് 100% സന്തോഷം. അത്തരം വെച്ചാൽ രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ തന്നെ ആ സ്ത്രീയെ സമ്മതമല്ലാതെ അവരെന്തെങ്കിലും പരസ്പരം ഇഷ്ടത്തിന്റെ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സ്ത്രീയുടെ സമ്മതമല്ലാതെ ചെയ്തിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രയാസപ്പെടുത്തുന്ന വലിയ കേരളക്കാരെ വിഷയത്തിൽ ഒരിക്കലും അതിനെ യോജിക്കാൻ പാടില്ല. എന്റെ അഭിപ്രായം 100%. പൊതുപ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാരെ ഈ നാട്ടിൽ ഏത് രാഷ്ട്രീയക്കൂടെ, കോൺഗ്രസ് ആകട്ടെ, ലീഗ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, BJP ആകട്ടെ, അത്തരത്തിലുള്ള ചെറുപ്പക്കാര് വളർന്നു വരാൻ വേണ്ടി നാട്ടിൽ. അപ്പൊ ഇത്തരം സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തി അതിന്റെ പേരിൽ മറ്റ് തരത്തിലേക്ക് ലൈംഗിക അപവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകരെ നാട്ടിന്റെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്നത് നാടിന് ഗുണം ചെയ്യില്ല, ദോഷം ചെയ്യുള്ളൂ. 100%. MLA സ്ഥാനം രാജിവെക്കാൻ അയാൾ കുറ്റക്കാരനാണെന്നുള്ളത് കോടതി ശിക്ഷിച്ചില്ല. അയാള് ശിവൻകുട്ടി ഇനിയിപ്പോ ഇന്നാള് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് കുറ്റാരോപിതനാണ്. ഇത് കോടതി ശിക്ഷിക്കുന്നവരെ അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞോട്ട് അത് അദ്ദേഹത്തിന് തീരുമാനിക്കുക. എന്ത് ചെയ്യും, MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടതുള്ളത് അത് അദ്ദേഹത്തിന് തീരുമാനിക്കുക.
അതല്ലാതെ പൊതുജനങ്ങൾക്ക് അത് രാജിവെക്കണം എന്നുള്ള ഒരു അഭിപ്രായമില്ല. കാരണം കോടതി ശിക്ഷിക്കുന്ന വരെ അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് തുടരാനുള്ള അവകാശമുണ്ട്. കുറ്റാരോപിതം മാത്രമാണ് ആരോഗ്യം മാത്രമേ ഉള്ളൂ. അഭിപ്രായം തന്നെയാണ്. അതന്നെയാണ് അതേ അഭിപ്രായം തന്നെ. ആണ്. രാജിവെക്കേണ്ടതില്ല. ഇല്ല അത് അയാൾ തീരുമാനിക്കണം വേണോ വേണ്ടെന്നുള്ളത്. അല്ലാണ്ട് കോടതി പറയാത്ത കാലത്തോളം നമ്മളെ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, കോടതി പറഞ്ഞാൽ MLA സ്ഥാനം തിരിച്ചു കിട്ടുമെന്നുള്ളത് കുറ്റക്കാരനല്ലേ ഉണ്ടായില്ല. അതന്നെ അതിനുള്ള മറുപടി ഉള്ളൂ. ഈ സമയത്ത് CPM-ന്റെ ആളുകൾ രാജിവെക്കണം എന്ന് പറയുന്നത് CPM-ന്റെ ആളുകൾ ഇപ്പൊ അത് നോക്കണ്ട, അത് പൊതുവെ പറയൂ. അതങ്ങനെ തന്നെയാണ്, രാഷ്ട്രീയല്ലേ, അത് പറയും. അവര് പത്മകുമാർ ജയിലിലാണ്. അത് കളവ് നടത്തിയിട്ടാ പോയത്. അദ്ദേഹത്തെ ഒരു ജില്ലാ കമ്മിറ്റി ഇതുവരെ മാറ്റിയിട്ടില്ല. എന്നിട്ട് അവരോട് രാജിവെക്കാൻ പറയുന്നത്. അദ്ദേഹം ജയിലിൽ, അദ്ദേഹം പുറത്താണ്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ജാമ്യം നിഷേധിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഒരു ആവശ്യമില്ല രാജിവെക്കണ്ടേ, വേണ്ടെന്നുള്ള 100%. കോൺഗ്രസിന്റെ നടപടികളാണ് ശരി. കോൺഗ്രസ് എടുത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടപ്പോ എല്ലാ പൊളിറ്റിക്സിലുള്ള ആളുകൾ എന്ത് ചെയ്യണോ, ആദ്യം അവരൊരു മാതൃക കാണിച്ചു കൊടുക്കണം. ആ മാതൃക ഇല്ലാത്തതിനെ കൊണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു മാതൃക വന്ന് മനസ്സിലായില്ലേ. അപ്പൊ മറ്റുള്ള പാർട്ടി ഇത് പിന്തുടരണം. കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ്. സതീശൻ എടുത്ത തീരുമാനം ഏറ്റവും വലിയ ശരി, നീങ്ങിയിട്ടില്ല. സതീശന്റെ തീരുമാനം ആ തീരുമാനമാണ്. അത് എല്ലാ പാർട്ടിക്കാരും അതിന് നിൽക്കണമെന്ന് നമ്മളെ അഭിപ്രായം. ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും എല്ലാവരും ഇത് കണ്ടുപഠിക്കണം. പഠിക്കാത്തടത്തോണ്ടാണ് ഇത് ഇങ്ങനെ വീണ്ടും പറയേണ്ട ആവശ്യം വന്നത്.